നമസ്കാരം. അന്താരാഷ്ട്ര കരിയറിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് താരങ്ങളുണ്ട്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ തനിക്ക് കിട്ടിയ അവസരം പോലും നല്ലവണ്ണം പരീക്ഷിക്കാനോ ഒന്ന് പെരുമാറാനോ പറ്റാതെ പോയ ഒരു നിരാശയോടെ നിൽക്കുന്ന ഒരു താരത്തെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവരുടെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്ന പേര് മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു തന്നെയാണ്. ICC T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമായതിന്റെ സന്തോഷം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് അവസരമില്ലാതെ ബെഞ്ചിലാവുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. ന്യൂസിലൻഡിനെതിരെ അവസാനം കളിച്ച പരമ്പരയിലെ ദയനീയ പ്രകടനമാണ് ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും കീപ്പറുമായ സഞ്ജുവിനെ ഇപ്പോൾ വാട്ടർ ബോയിലൂടെ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എങ്കിലും ലോകകപ്പിൽ തന്നെ എടുത്തു നോക്കിയാൽ ചില മത്സരങ്ങളെങ്കിലും കളിക്കാനായേക്കുമെന്ന ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. നേരത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പല താരങ്ങളുടെയും രക്ഷകനായിട്ടുള്ള സഞ്ജു ഇപ്പോൾ ഈ തരത്തിൽ വഴിമുട്ടുന്നു എന്നതിൽ ഏറെ ഖേദകരവുമാണ്. മുൻപ് സഞ്ജു കാരണം കരിയർ തിരിച്ചുപിടിച്ച താരങ്ങളിൽ ഒരാളാണ് ഫാസ്റ്റ് ബൗളറായ സന്ദീപ് ശർമ്മ. മലയാളി താരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും വൈറലായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ കൂടിയായ തിരുവാർകാലിയുടെ യൂട്യൂബ് ചാനൽ അതിഥിയായി വന്നപ്പോഴായിരുന്നു കരിയർ തിരിച്ചുപിടിക്കാൻ സഞ്ജു സാംസൺ സഹായിച്ചതിനെക്കുറിച്ച് സന്ദീപ് ശർമ്മ ഇപ്പോൾ വിശദമായി തന്നെ വെളിപ്പെടുത്തുന്നത്. IPL ലേലത്തിൽ അൺസോൾഡായി മാറിയതിന്റെ നിരാശയിലും ദുഃഖത്തിലും നിൽക്കവെയായിരുന്നു സംഭവമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2023 IPL ലേലത്തിൽ എന്നെ ആരും വാങ്ങാൻ തയ്യാറായില്ല. ആ സമയത്ത് കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് സഞ്ജു സാംസണിന്റെ പ്രത്യേകമായ കോള് വരുന്നത്. ഞാൻ മാനസികമായി ഏറെ ഡൗൺ ആയിരിക്കവേ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ലേലത്തിൽ എന്നെ ആരും വാങ്ങാതെ പോയതിൽ തനിക്കും വിഷമമുണ്ട് എന്ന് സഞ്ജു തന്നോട് വളരെ വിഷമത്തോടെ സംസാരിച്ചു. പരിക്കുകളെല്ലാം ഗെയിമിന്റെ ഭാഗമാണെന്നും എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഈ IPL ഞാൻ കളിക്കുമെന്ന് ഉറപ്പു നൽകിയ സഞ്ജു നല്ല പ്രകടനം നടത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം പകരുകയും ചെയ്തു. ആ സമയത്ത് അത്രയും ഉറച്ച വിശ്വാസത്തോടെ എന്നെ സമീപിച്ച ഒരേ ഒരു വ്യക്തി എന്ന പേരിൽ സഞ്ജു മാത്രമാണ് അവിടെയുള്ളത്. അതൊരു വ്യാജ പ്രചോദനമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും അത്രയും ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഒരു യഥാർത്ഥ സുഹൃത്ത് എങ്ങനെയാണെന്ന് ഞാൻ അന്ന് തിരിച്ചറിയുകയും ചെയ്തു. ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുന്നവരാണ് ശരിക്കുമുള്ള സുഹൃത്തുക്കൾ. പിന്നീട് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിലേക്ക് സഞ്ജു എന്നെ വിളിക്കുകയും ചെയ്തതായി അദ്ദേഹം ഓർത്തു പറയുന്നുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പരിക്കേറ്റപ്പോൾ ടീമിനായി കളിക്കാനുള്ള അവസരവും ലഭിച്ചെന്നായിരുന്നു സന്ദീപിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. ക്രിക്കറ്റ് കരിയർ ഏറെക്കുറെ അവസാനിച്ചെന്ന ഘട്ടത്തിൽ നിൽക്കവെയാണ് 2023 മാർച്ച് 27 സന്ദീപ് ശർമ്മ ഇഞ്ചുറി റീപ്ലേസ്മെന്റായി രാജസ്ഥാൻ റോയൽസിൽ ചേർന്നത്. അദ്ദേഹത്തിന്റെ കരിയർ അവിടെ തന്നെ രണ്ടാമത് ജന്മമെടുത്തെന്ന് തന്നെ അതിനെക്കുറിച്ച് വിളിക്കാൻ സാധിക്കും.